ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണിയും കിരണും അവിടെ നിന്നും പോവുകയാണ്. അതേ സമയത്ത് മനോഹർ വന്ദനയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ അവർക്കൊക്കെ കുശുമ്പാണ്, അവളെയൊക്കെ കല്യാണം കഴിക്കാത്തതിലുള്ള അസൂയാണ്, അതുകൊണ്ടാണ് എന്നെപ്പറ്റി മോളോട് ഓരോ അനാവശ്യങ്ങൾ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്തായാലും മോളുടെ ഒരു ഫോട്ടോ പോലും അയൽവക്കത്തുള്ളവരോട് കാണിച്ചു കൊടുക്കരുതെന്ന് ഞാൻ എൻ്റെ ആൻറ്റിയോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ നമുക്ക് പോയാലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ കല്യാണിയും കിരണും പറയുന്നുണ്ട്, എന്തായാലും നമ്മളിങ്ങനെ പോകുന്നത് സൂക്ഷിക്കണം. ഇപ്പൊ മനോഹർ കണ്ടു, ഇനിയിപ്പോ അവന് സംശയം തോന്നാഞ്ഞത് ഭാഗ്യം എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ഇനി എവിടേക്കെങ്കിലും പോകണോ എന്ന് ചോദിക്കുകയാണ് കല്യാണി. നമുക്ക് ബീച്ചിലേക്ക് ഒന്ന് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ശരി എന്ന് പറഞ്ഞ് അങ്ങനെ ബീച്ചിലേക്ക് പോവുകയാണ്. ഇതേ സമയത്താണെങ്കിൽ ബീച്ചിൽ നമ്മുടെ വിക്രവും അതുപോലെ തന്നെ ഗംഗപ്രസാദും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ച അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കല്യാണി കാണുന്നുണ്ട്. കല്യാണി ഡ്രൈവറോട് നിർത്താൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ നിർത്തുമ്പോൾ ഇത് വിക്രല്ല ആയിരിക്കുന്നത്, ഈ പാതിര കഴിഞ്ഞ സമയത്ത് അവൻ അവിടെ ഇരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ ഗ്ലാസ് താഴ്ത്തിയിട്ട് കിരൺ നോക്കുന്നുണ്ട്. അപ്പോൾ അതേ കൂടെ ഇരിക്കുന്നത് ആ ജെറി ജോൺ ആണല്ലോ എന്ന് പറയുന്നുണ്ട്. അയ്യോ അതേലോ, ഇവർ തമ്മിൽ പരിചയമുണ്ട്, ഇവന് അവൻ്റെ കൂട്ടുകാരനാണോ എന്നൊക്കെ സംശയം. അങ്ങനെ എന്തായാലും ഈ ഒരു കാഴ്ച കണ്ടത് നന്നായി, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ നമുക്ക് പുറത്തേക്ക് പോകാൻ തോന്നിയത് എന്നും പറഞ്ഞു. എന്നാൽ വിട്ടോ ചേട്ടാ എന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയതിന് ശേഷമാണെങ്കിൽ കല്യാണിയോട് കിരൺ ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ആ ജെറി ജോൺ എന്ന് പറയുന്നത് എൻ്റെ രക്ഷകനായി വന്നവൻ തന്നെയാണോ? അവനെ നമുക്ക് മുൻപരിചയമില്ല, അതുകൊണ്ടാണ് കല്യാണി പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടില്ല അവൻ്റെ മുന്നിൽ എന്തിനാണ് ഞാൻ അഭിനയിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അഭിനയിച്ചത്. അവൻ ആരാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ, നല്ലവനായി വന്നിട്ട് നമ്മളെ ചതിക്കാനാണെങ്കിലോ ഇനിയിപ്പോൾ വിക്രത്തിൻ്റെയും പ്രകാശിൻ്റെയൊക്കെ ചാരപ്പണി ചെയ്യാൻ വന്നതാണെങ്കിലോ എന്തായാലും ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയോ ഉണ്ട് കല്യാണി, നമ്മളറിയാത്ത എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അത് നമുക്ക് കണ്ടെത്തണമെന്ന് പറയാണ്. അത് ശരിയാണ് എന്ന് കല്യാണിയും പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ വന്ദനയെ വീട്ടിലേക്ക് കൊണ്ടുവിടുകയാണ് നമ്മുടെ മനോഹർ. അങ്ങനെ ബെല്ലടിക്കുന്നുണ്ട്. അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. നിങ്ങൾ വന്നോ എന്ന് ചോദിക്കുകയാണ്. ഉറക്കം കളഞ്ഞില്ലേ എന്ന് മനോഹർ ചോദിക്കുമ്പോൾ ഇല്ല മോനെ, ഞാൻ മോള് പുറത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഉറങ്ങാറില്ല, മോള് സംസാരിക്കാൻ പറ്റാത്ത കുട്ടിയല്ലേ എന്ന് പറയുമ്പോൾ വന്ദന പറയുന്നുണ്ട്, ഇങ്ങനെ ആംഗ്യം കാണിക്കുകയാണ്, ജെറിച്ചേട്ടൻ്റെ കൂടെ ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ശരി മോനെ, മോനെന്നാ ഇന്നിവിടെ കിടന്നുറങ്ങിയിട്ട് നാളെ പോയാൽ മതി, ഇനിയിപ്പോൾ ഈ നേരത്ത് പോകണോ എന്ന് ചോദിക്കുകയാണ്. അത് വേണ്ട എന്നും പറഞ്ഞിട്ട് എന്നാൽ ശരി മോനെ എന്നാൽ കാണാമെന്നും പറഞ്ഞ് അങ്ങനെ പോയി. മനോഹർ അവിടെ ഒന്നും പോരുന്നുണ്ട്. അവർ വാതിലടച്ച് അകത്തേക്കും പോവുകയാണ്. അതേ സമയമാണെങ്കിൽ നമ്മുടെ ജെറിയെ വീണ്ടും കാണിക്കുകയാണ്. അതെ ഇന്ന് എന്തായാലും ഞാൻ ആ ഒരു ദൗത്യത്തിന് പോകും ഉറപ്പാണെന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ് കാര്യമെന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതൊന്നും നീ അറിയണ്ട, ഞാൻ എന്തായാലും നല്ലൊരു കാര്യത്തിന് തന്നെയാണ് പോകുന്നത്, ഞാൻ വന്നിട്ട് പറയാം, എനിക്ക് ഒളിക്കാൻ ഒരു ഒളിത്താവളം നീ കണ്ടെത്തണമെന്ന് പറയും, അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറയുന്നുണ്ട്. പിന്നീട് വീണ്ടും ജെറി വന്നിങ്ങനെ പറയുകയാണ് വിക്രത്തിനോട് കാര്യങ്ങളൊക്കെ പിഴച്ചു പോയിട്ട് അത് ആകെ പാളിപ്പോയി എന്ന് പറയുന്നുണ്ട്. അപ്പം എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. അതെ ഞാൻ പോയത് വേറെ ആരല്ല, കിരണിനെ എന്തായാലും ഞാൻ കിടത്തിയല്ല, അപ്പം ഇനി കിരണിനെ ഇവളെ കാർത്തികയൊക്കെ സഹായിക്കുന്നത് പിന്നെ ചന്ദ്രസേൻ്റെ ആണല്ലോ, അതുകൊണ്ട് അയാളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. കടാര എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അയാളുടെ നെഞ്ചത്തേക്ക് ആഞ്ഞു കുത്താൻ ശ്രമിച്ചപ്പോൾ അയാളുടെ ഭാര്യ തോക്കെടുത്തു, അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, എന്തായാലും 2 കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞ് അയാൾക്ക് നല്ല കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അയ്യോ ചന്ദ്രസേനെ ഉപദ്രവിക്കാനായിരുന്നു പോയിരുന്നത്, അത് റിസ്ക്കാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു റിസ്ക്കും ഇല്ല, ഞാൻ നിന്നോട് പറയാഞ്ഞത് അത് തന്നെയാണ്, നീ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ പേടിപ്പിക്കും, പിന്നെ നീ പല കാര്യങ്ങളും പറയും, അതൊന്നും എൻ്റെ മനസ്സിൽ നിൽക്കാൻ പാടില്ല. ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടത് ഏറ്റവും വലുത് മനക്കരുത്തും അതുപോലെ ആത്മവിശ്വാസമൊക്കെ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ അയാളുടെ അരികിലേക്ക് പോയത്, പക്ഷേ പാളിപ്പോയി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ സമയത്താണെങ്കിൽ നമ്മുടെ കല്യാണിക്ക് കോള് വരികയാണ്, രൂപയുടെ കോളാണ് വരുന്നത്. അപ്പോൾ അയ്യോ അമ്മയാണല്ലോ, എന്താ ഈ നേരത്തെ ആവോ എന്നും പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട്. അങ്ങനെ കല്യാണി വാർത്ത കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. ദീപ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്ന് ചോദിക്കുകയാണ്. അച്ഛനെ ആരോ വന്ന് വീട്ടിൽ വന്ന് തല്ലി ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കിരൺ അവിടേക്ക് വരുന്നുണ്ട്. എന്ത് പറ്റി, എന്താ എൻ്റെ അച്ഛൻ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ പറയ കല്യാണി എന്ന് പറഞ്ഞിട്ട് അച്ഛനെ ആരോ വന്ന് തല്ലി, അത്രമാത്രം അമ്മ പറഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ വാ നമുക്കിപ്പോൾ തന്നെ അവിടേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അയ്യോ കിരണേട്ടൻ വരണോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ ഞാനിവിടെ അകത്തിരിക്കുകയാണ്, എൻ്റെ അച്ഛന് ഇങ്ങനെ ആരോ ആക്കിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അത്രയ്ക്ക് മനസ്സാക്ഷിയില്ലാതെ നീ വായു എന്നും പറഞ്ഞിട്ട്
നേരെ കല്യാണിയും കിരണും കൂടിയിട്ട് ചന്ദ്രസേൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ബെല്ലടിക്കുമ്പോൾ രൂപ തന്നെയാണ് വാതിൽ തുറക്കുന്നത്. അപ്പം എന്താ പറ്റിയത് അച്ഛനെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മോനെ, ദേ ആരോ വന്ന് തല്ലി, പക്ഷേ എൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്. അപ്പം വേഗം തന്നെ ഓടിപ്പടഞ്ഞ് ചന്ദ്രസേൻ്റെ അരികിലേക്ക് വരാണ്. ചന്ദ്രസേനാണെങ്കിൽ കട്ടിലിങ്ങനെ ചാരി ഇരിക്കുന്നുണ്ട്, മേല് ഇങ്ങനെ തോളൊക്കെ ഇങ്ങനെ തടവിയിട്ട് എന്തായാലും ശരീരം നല്ല വേദനയുണ്ട്. അപ്പം ആ സമയത്ത് എന്താ അച്ഛൻ എന്താ പറ്റിയത്? അറിയില്ല മോനെ, ആരോ വന്ന് ആക്രമിച്ചതാണ്, പിന്നെ ഇയാൾ തോക്കെടുത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ആളെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ തന്നെയാണ്, അവന് നല്ലോണം ഇടിക്കാനൊക്കെ അറിയാവുന്ന കൂട്ടത്തിലാണെന്നൊക്കെ ഇങ്ങനെ ചന്ദ്രസേനൻ പറയുന്നുണ്ട്. അങ്ങനെ CCTV പരിശോധിച്ചോന്ന് ചോദിക്കുകയാണ്. അപ്പം ഇല്ല, പരിശോധിച്ചില്ല, അച്ഛൻ ഇങ്ങനെ പറ്റിയപ്പോൾ ഞാൻ ചൂടുവെള്ളം പിടിച്ചു കൊടുക്കുകയായിരുന്നു, അതൊന്നും നോക്കിയിട്ടില്ല എന്ന് രൂപ പറയുന്നുണ്ട്. വാ കല്യാണി എന്നും പറഞ്ഞ് CCTV ദൃശ്യം നോക്കാൻ വേണ്ടി അവരപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പം രൂപയോട് ചന്ദ്രസേനൻ പറയുന്നുണ്ട്, എന്തിനാ മക്കളെ ഈ രാത്രി തന്നെ വിളിച്ചറിയിച്ചത്? അതുകൊണ്ടല്ലേ ഇപ്പം അവർ ഈ രാത്രി തന്നെ ഓടി വന്നത് എന്ന് പറയുമ്പോൾ പിന്നെ പറയണ്ടേ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് യാമിനി ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. യാമിനി ഇല്ലാത്തത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആരും ഇങ്ങോട്ട് വന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അവർ CCTV ദൃശ്യം പരിശോധിക്കാൻ പോകുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതോടുകൂടി ആ CCTV ദൃശ്യത്തിൽ നമ്മുടെ ജെറി ജോൺ ആരായിരുന്നു എന്ന സത്യം മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷമാണ് ജെറി ജോൺ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത് കല്യാണിയും കിരണും. അങ്ങനെ അവൻ്റെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കുകയും അവൻ ഗംഗപ്രസാദ് ആണെന്ന സത്യം തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏറ്റവും വലിയ ശത്രു അവനായി മാറുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും കാണിക്കാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.